ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അവസരങ്ങളില്ല, എൻ്റെ സാഹചര്യങ്ങൾ വളരെ മോശമാണ് എന്നൊക്കെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കാഴ്ച നഷ്ടപ്പെട്ടിട്ടും ദീർഘദർശനം നഷ്ടപ്പെടാത്ത ഒരു മനുഷ്യൻ്റെ കഥയാണ്. ഇരുട്ടിനെ പ്രകാശമാക്കിയവരാണ്. കാഴ്ചയില്ലാഞ്ഞിട്ടും മെഴുകുതിരികൾ കൊണ്ട് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ ഒരാൾ. അതെ, അതാണ് പബേഷ് ഭാട്ടിയ, ഇന്ത്യയിലെ ഒരു കാഴ്ചയില്ലാത്ത സംരംഭകൻ. സൺറൈസ് കാൻഡിൽ എന്ന ബ്രാൻഡിൻ്റെ സ്ഥാപകൻ. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ അവകാശവാദങ്ങളും നിശബ്ദമാകും. പബേഷ് ഭാട്ടിയ ജനിച്ചത് മധ്യപ്രദേശിലാണ്. ഒരു സാധാരണ കുട്ടിയെ പോലെ അവനും സ്വപ്നങ്ങൾ കണ്ടു, സ്കൂളിൽ പോയി സുഹൃത്തുക്കൾക്കൊപ്പം കളിച്ചു. പക്ഷേ വിധിക്ക് വേറൊരു പദ്ധതി ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അവന് ഒരു അപൂർവമായ കണ്ണ് രോഗം കണ്ടെത്തി. വളരെ പതുക്കെ അവൻ്റെ കാഴ്ചകൾ മങ്ങി തുടങ്ങിയാണ്. ഇത് ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ മുഖം കാണാം, പക്ഷെ അടുത്ത വർഷം എല്ലാം മങ്ങിയതായി തോന്നുന്നു. ഒടുവിൽ പൂർണ്ണമായി ഇരുട്ട്. എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു സാഹചര്യം നേരിടാൻ പോകുന്നത്? ടീനേജ് പ്രായം എത്തിയപ്പോഴേക്കും പബേഷിന് തൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. പലർക്കും ഇതൊരു അവസാനം ആയേനെ, പക്ഷേ അദ്ദേഹത്തിന് ഇതൊരു പുതിയ തുടക്കമായിരുന്നു. കാഴ്ച നഷ്ടപ്പെടുന്നത് ശാരീരികമായ വേദന മാത്രമല്ല, അത് മാനസിക വേദന കൂടിയാണ്. നമ്മുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒരു വേദനയാണ്, സാമൂഹികമായ ഒരു വേദനയാണ്. ആളുകൾ അവനെ കരുണയോടെ നോക്കി, ചിലർ സംശയത്തോടെ, ചിലർ അവഗണനയോടെ. ചോദ്യങ്ങൾ ഉയർന്നു. ഇവൻ എങ്ങനെ ജീവിക്കും? ഇവനെ ജോലി ചെയ്യാൻ പറ്റുമോ? ഇവൻ്റെ ഭാവി എന്തായിരിക്കും? പക്ഷെ അവൻ്റെ മനസ്സ് സ്വയം അന്തരിച്ചു. ഞാനൊരു ഭാരമാണോ? അപ്പോൾ അദ്ദേഹം ഒരു ശക്തമായ തീരുമാനമെടുത്തു. അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ചയില്ലെങ്കിലും ഞാൻ അസഹായനല്ല. ഈ ഒരു തീരുമാനം അവൻ്റെ ജീവിതം മാറ്റി. അദ്ദേഹം കാഴ്ചയില്ലാത്തവർക്കുള്ള സ്കൂളിൽ ചേർന്ന് അവിടെ പഠിച്ചു. ബ്രെയിൻ ലിപിയും, സ്വന്തമായിട്ട് സഞ്ചരിക്കാൻ, പുതിയ സ്കില്ലുകൾ, ആത്മവിശ്വാസം, ഏറ്റവും പ്രധാനമായിട്ട് സ്വയം മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയമായിട്ട് ആശ്രയിച്ച് ജീവിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. പിന്നീട് അദ്ദേഹം മെഴുകുതിരി നിർമ്മാണത്തിൽ പരിശീലനം നൽകി. അവിടെയാണ് അത്ഭുതം. ഒരു കാഴ്ചയില്ലാത്ത വ്യക്തി പ്രകാശം നൽകുന്ന മെഴുകുതിരികൾ നിർമ്മിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മെഴുകുതിരികൾ ഒരു പ്രകാശം മാത്രമല്ലായിരുന്നു, അതൊരു പ്രതീക്ഷ കൂടെയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രകാശം കാണാനാവില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഞാൻ പ്രകാശം നൽകും. വളരെ കുറച്ച് പണം, നിക്ഷേപകരില്ല, വലിയ പിന്തുണയില്ല. മുംബൈയിൽ അദ്ദേഹം ഒരു ചെറിയ മെഴുകുതിരി യൂണിറ്റ് ആരംഭിച്ചു. ആരംഭകാലം അത്യന്തം കഠിനമായിരുന്നു. അസംസ്കൃത വസ്തുക്കൾ ചിലവേറിയതായിരുന്നു. ഉപഭോക്താക്കളെ കിട്ടുന്നില്ല. പലരും അവഗണിച്ചു. എന്നാൽ അദ്ദേഹം ഗുണമേന്മയിൽ മാത്രം ശ്രദ്ധ ചെലുത്തി. പൂർണ്ണമായ ഫിനിഷിംഗ്, മനോഹരമായ ഡിസൈൻ, മികച്ച ഗുണമേന്മ, ദീർഘകാലം കത്തുന്ന മെഴുകുതിരി. അങ്ങനെ ആളുകൾ ശ്രദ്ധിച്ചോളാം. ഓർഡറുകൾ വർദ്ധിച്ചു, വാർത്ത പരന്നു. അങ്ങനെ അവിടെ ഒരു കാൻഡിൽ ബ്രാൻഡ് രൂപപ്പെടുകയാണ്. സൺറൈസ് കാൻഡിൽസ്. ഒരു സൂര്യോദയം. കാണാൻ കഴിയാത്ത ഒരു മനുഷ്യൻ സൃഷ്ടിച്ച ഒരു ബ്രാൻഡ്. ഈ സൺറൈസ് കാൻഡിൽസ് ഒരു ബിസിനസ്സായി മാത്രം നിന്നില്ല, അതൊരു ദൗത്യമായിട്ട് മാറി. അദ്ദേഹം മറ്റ് കാഴ്ചയില്ലാത്തവരും കൂടി തൊഴിൽ നൽകാൻ തുടങ്ങി. അദ്ദേഹം ലോകത്തോട് പറഞ്ഞു, അംഗവൈകല്യം എന്ന് പറയുന്നത് അതൊരു കഴിവില്ലായ്മയല്ല. ഇന്ന് ഇന്ത്യയിലുടനീളം മെഴുകുതിരികൾ വിൽക്കുന്നു. വീടുകളിലും ഹോട്ടലുകളിലും ഉത്സവങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന വളരെ നിരവധി വ്യത്യസ്ത ഭിന്നശേഷിയുള്ളവർക്ക് തൊഴിൽ നൽകുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ദൗർബല്യത്തെ ശക്തിയാക്കി. അദ്ദേഹം രാജ്യാന്തരത്തിൽ ശ്രദ്ധ നേടി, ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു. രാഷ്ട്രപതിമാരെയും പ്രധാനമന്ത്രിമാരെയും അദ്ദേഹത്തെ പ്രശംസിച്ചു. അദ്ദേഹം പ്രചോദിപ്പിക്കുന്ന ഒരു പ്രഭാഷകനായി മാറി. അനേകം മെഡൽസ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. എന്നാൽ വിജയം അദ്ദേഹത്തെ അഹങ്കാരിയാക്കില്ല. അദ്ദേഹം എപ്പോഴും പറയുന്നു, എനിക്ക് സഹതാപം വേണ്ട, എനിക്ക് അവസരം മതി. ഇദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഒന്ന്, കാരണം നമ്മൾ പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങളെ കൊള്ളും. കാഴ്ചയില്ലാത്ത അദ്ദേഹത്തിന് വിജയിച്ചെങ്കിൽ കാഴ്ചയുള്ള നമ്മളെ തടയുന്നത് എന്താണ്? കഴിവുകളാണ് ഡിഗ്രികളേക്കാൾ വലുത് എന്ന്
നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുന്ന മറ്റൊരു പാഠം. ഒരു കഴിവ് പഠിച്ച് അതിൽ മികവ് നേടാൻ ശ്രമിക്കുക. വേദനയെ നമ്മുടെ ലക്ഷ്യമാക്കി മാറ്റുക. നമ്മുടെ വലിയ പ്രശ്നങ്ങളുണ്ടാവും, അതിനെയൊക്കെ ഒരു ശക്തിയാക്കി മാറ്റുക. വിജയം മറ്റുള്ളവരെ ഉയർത്താനായിട്ട് ഉപയോഗിക്കണം. സത്യസന്ധമായ വിജയം എന്ന് പറയുന്നത് സേവനമാണ്. സുഹൃത്തുക്കളെ, ഭവേഷ് ഭാട്ടിയ ഇരുട്ടിലാണ് ജീവിക്കുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രകാശം നിറഞ്ഞാണ്. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ, ഒരു സംരംഭകനാണെങ്കിൽ, ഒരു അധ്യാപകനാണെങ്കിൽ ഈ സംഭവം ഓർക്കുക. പൂർണ്ണമായ സാഹചര്യം വേണ്ടത് തകർക്കാനാവാത്ത ഒരു മനസ്സാണ്. ഈ വീഡിയോ നിങ്ങളെ പ്രചോദിപ്പിച്ചെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യും, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കാരണം ഒരു കഥയ്ക്ക് ഒരു ജീവിതം മാറ്റാൻ കഴിയും. നിങ്ങളുടെ കഥ ഇനിയും എഴുതപ്പെടുകയാണ്. നന്ദി. വീണ്ടും കാണാം.